ഇനി നമുക്ക് തമോ ഗുണം നോക്കാം. തമോ ഗുണമുള്ളവരിൽ മെയിനായിട്ട് അലസത, മടി, എന്ത് കാര്യം പിന്നെ ചെയ്യാം, മടിച്ച് മാറ്റി വയ്ക്കുക. ഒരു കാര്യത്തിന് പുറപ്പെടുകയാണെങ്കിൽ ഇന്ന് രാവിലെ പോകാമെന്ന് വിചാരിക്കും, പിന്നെ കുറേ നേരം കിടക്കും, പിന്നെ ഉച്ചയ്ക്ക് പോകാമെന്ന് വിചാരിക്കും, ഇല്ല വൈകുന്നേരം പോകാമെന്ന് വിചാരിക്കും, ഇല്ല വേണ്ട കുഴപ്പമില്ല നാളെ പോകാമെന്ന് വിചാരിക്കും. അങ്ങനെ മാസങ്ങൾ കടന്നു പോകുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന വിഷയം. അതോടുകൂടി തന്നെ അവിവേകം പറഞ്ഞാൽ നല്ലതും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബുദ്ധി ഉണ്ടാവില്ല. തെറ്റേതാണ് ശരിയാണെന്ന് അവർക്ക് അറിയില്ല എന്നുള്ള വിഷയമാണ്. അതേമാതിരി അമിതമായിട്ട് ഉറക്കുണ്ടാവുക, ഉറങ്ങിക്കൊണ്ടേയിരിക്കുക. കിടന്ന ഭാഗത്ത് ഉറങ്ങും, ബസ്സിൽ നിന്ന് അവിടെ ഉറങ്ങും, ചിലപ്പോൾ നിന്നുറങ്ങും. അപ്പോൾ ഉറക്കത്തിനൊരു അഡിഷൻ പോലെ ഉണ്ടാവും. അതേമാതിരി ക്രോധവും ക്രൂരതയും. എന്താ പറയുക, ക്രോധവും ക്രൂരതയും പറയുമ്പോൾ ചെറിയൊരു കാര്യത്തിന് പോലും ചിലപ്പോൾ ആക്രമിക്കുന്ന സ്വഭാവം വരും. അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുകയില്ല, പെട്ടെന്ന് അങ്ങോട്ട് ആക്രമിക്കുന്ന ഒരു അതേപോലെ വിഷാദ രോഗം വരും. വിഷാദമായിട്ടൊക്കെ ഒരു മെൻ്റലി ബാധിച്ചിട്ട് അവർക്ക് ചെറിയ വിഷയങ്ങളായിരിക്കും, പക്ഷെ അത് വരും. അതേമാതിരി കാര്യങ്ങൾ മാറ്റിവെക്കുക പറഞ്ഞാൽ എന്താ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ മാറ്റി വയ്ക്കും. ഇപ്പോൾ നമ്മൾ സ്കൂൾ കുട്ടികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പഠിക്കേണ്ടത് നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം എന്ന് പറഞ്ഞ് പരീക്ഷയുടെ തലേ ദിവസം ഇരുന്ന് പഠിച്ച് ഒന്നും കിട്ടാത്തൊരവസ്ഥ വരില്ലേ? അതും തമോ ഗുണത്തിൻ്റെ ഒരു ലക്ഷണമാണത്. അതേമാതിരി പഴയ ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടാവുക, പഴയ ഭക്ഷണങ്ങൾ ഉള്ള താല്പര്യം ഉണ്ടാവുക. അത് ചിലർ ഡ്രസ്സൊന്ന് മാറ്റാൻ, കുളിച്ച് ഡ്രസ്സ് മാറ്റാമെന്ന് പോലും പറഞ്ഞാൽ മടിയായിട്ട് കുളിക്കാതെയും ഡ്രസ്സ് മാറ്റാതെ ഇരിക്കുന്നതും ഈ തമോ ഗുണത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. അതേമാതിരി അവിശ്വാസം എന്ന് പറഞ്ഞാൽ ഈശ്വരനോടോ നന്മയോടോ വിശ്വാസം ഉണ്ടാവില്ല. ഇത്രയും വിഷയങ്ങളുണ്ട്. അതേമാതിരി യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുക. ഒരു ഭയം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തെ നേരിടാൻ പറ്റാത്തതുകൊണ്ട് അതിന് മാറി നടക്കുക, അല്ലെങ്കിൽ അതിന് ഒളിച്ചോടുക, അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും. ഇത്രയും വിഷയങ്ങൾ തമോ ഗുണികളിലും കാണും. അപ്പോൾ ഈ 3 ഗുണങ്ങളിലേ ഈ ലോകമുള്ളൂ. നമ്മൾ ജാതക വിഷയമാകുമ്പോൾ ആ വ്യക്തിഗതമായിട്ട് അതിനെ എടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതിൽ ഏത് ഗുണമാണ് എന്ന് ജാതത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എങ്കിലും അവരവരുടേതായിട്ട് ചിന്തിക്കുമ്പോഴും ഈ ഗുണങ്ങളൊക്കെ എനിക്ക് കാണുന്നുണ്ട്, ശരിയാണല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ആ ഗുണങ്ങളെ മാറ്റാൻ നമുക്ക് ശ്രമിക്കാം.